ഇൻസ്റ്റഗ്രാമിൽ റീൽസുകളിലൂടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ താരമായ തിരുവനന്തപുരത്തെ +2 വിദ്യാർത്ഥിനി. അവളുടെ പല വീഡിയോകളും നിരവധി കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാകണം ആ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്ത പലരെയും ഞെട്ടിച്ചത്. 17-കാരിയുടെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും ഇരുവരുടെയും മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്തതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ആ പെൺകുട്ടി പലതവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്നും പ്രതി ബിനോയ് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. ഇതുകൊണ്ടും തീർന്നില്ല. സുഹൃത്തുക്കളെ ഉപയോഗിച്ച് പ്രതി സൈബർ ആക്രമണം നടത്തിയെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. കേസിൽ ബിനോയ്ക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. നേരത്തെ കേസിൽ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളായിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയത്. എന്നാൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ബിനോയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് പോലീസ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റങ്ങളും ബിനോയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചെന്ന പ്രതി കഴിഞ്ഞ ദിവസം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരുന്നു. പ്രമോഷൻ ഷൂട്ടിനെന്ന് പറഞ്ഞ പെൺകുട്ടിയെ വർക്കലയിലെ റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഗർഭിണിയായ പെൺകുട്ടിയെ നിർബന്ധിച്ച് മരുന്നുകൾ കഴിപ്പിച്ച ഗർഭഛിദ്രവും നടത്തി. ഇതിനുശേഷവും പീഡനം നടന്നുവെന്നും പോലീസ് പറയുന്നു. തുടർന്നാണ് ഇരുവരും വേർപിരിഞ്ഞത്. ഇതോടെ ബിനോയ് സുഹൃത്തുക്കൾ വഴി പെൺകുട്ടിക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനെ തുടർന്ന് കുട്ടി വിഷാദത്തിന് അടിമപ്പെട്ടെന്നും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീടിനുള്ളിൽ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിലായ കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് മരിച്ചത്. 3 ദിവസത്തേക്കാണ് പ്രതിയെ പൂജപ്പുര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ വർക്കലയിലെ റിസോർട്ടിലും വെള്ളനാട്ടെ വീട്ടിലുമെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം.